ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 83. കത്തോലിക്ക സഭയുടെ മതബോധനം 1095. ഇക്കാരണത്താൽ സഭ വിശേഷിച്ച് ആഗമന കാലത്തും വലിയ നോമ്പ് കാലത്തും എല്ലാറ്റിനുമുപരിയായി ഉയർപ്പ് തിരുനാളിൻ്റെ ജാഗരണത്തിലും രക്ഷാചരിത്രത്തിലെ മകൾ സംഭവങ്ങളെ അവരുടെ ആരാധനക്രമത്തിൻ്റെ ഇന്നിൽ വീണ്ടും വായിക്കുകയും പുനരനുഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ സഭയുടെ ആരാധനക്രമം വെളിപ്പെടുത്തുകയും അത് ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നത് പോലെ രക്ഷയുടെ പദ്ധതിയെക്കുറിച്ചുള്ള ഈ ആത്മീയ ബോധത്തിലേക്ക് വിശ്വാസികളെ നയിക്കാൻ മതബോധനത്തിന് കഴിയണമെന്നും ഇത് ആവശ്യപ്പെടുന്നു. ഞാനത് ഇംഗ്ലീഷ് വായിക്കുക. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1095. For this reason, the church, especially during Advent and Lent, and above all at the Easter Vigil, rereads and relives the great events of salvation history in the today of her liturgy. But this also demands that catechesis help the faithful to open themselves to the spiritual understanding of the economy of salvation as the church's liturgy reveals it and enables us to live it. നമ്മൾ 1094 ടിപ്പോളജിക്കൽ സൂചക ബോധനമൊക്കെ നമ്മൾ പറഞ്ഞ കുറേ ക്ലാസ്സുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അക്കാരണത്താൽ, അതായത് പഴയ നിയമത്തിലെ സംഭവങ്ങളും പ്രതീകങ്ങളും ആളുകളുമെല്ലാം നിഗൂഢമായി ക്രിസ്തു സംഭവത്തെയാണ് വെളിപ്പെടുത്തുന്നത് എന്ന് ക്രിസ്തുവിൽ നിന്ന് പുറകോട്ട് വായിച്ചാൽ മനസ്സിലാകുമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇക്കാരണത്താൽ ആഗമനകാലം, ലത്തീൻ സഭയുടെ രീതി അനുസരിച്ച് ആഗമനകാലം, പൗരസ്ത്യ സഭകളനുസരിച്ച് മംഗളവാർത്തക്കാലം, ആ സമയത്തും വലിയ നോമ്പിലും പിന്നെ ഉയർപ്പ് തിരുനാളിൻ്റെ ജാഗരണത്തിൽ, ഈസ്റ്റർ വിജില്, അപ്പോഴൊക്കെ ഈ പഴയ നിയമത്തിലെ സംഭവങ്ങൾ റീലിവ് ചെയ്യുന്നു, പുനർജീവിക്കുന്നു. ഈ ഗ്രേറ്റ് ഇവന്റ്സ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ മകൾ സംഭവങ്ങളെ, ആ ചരിത്രത്തിൽ സംഭവിച്ച ആ മഹത്തായ സംഭവങ്ങളെ സഭയുടെ ലിറ്റർജിയുടെ ഇന്നിൽ, ടുഡേ ലിറ്റർജി സംഭവിക്കുന്ന ഇന്നാണ്, ആ ഇന്നിൽ പുനർജീവിക്കുകയാണ്. അത് പുനരവതരിപ്പിക്കുകയാണ്, പുനരനുഭവിക്കുകയാണ്. അത് മാത്രം പോരാ. ഈ രക്ഷാപദ്ധതിയെക്കുറിച്ചുള്ള രക്ഷാപദ്ധതി, സഭയുടെ ലിറ്റർജി വെളിപ്പെടുത്തുന്ന രക്ഷാപദ്ധതി, സഭയുടെ ലിറ്റർജി വെളിപ്പെടുത്തുന്ന ആ രക്ഷാപദ്ധതി ജീവിക്കാൻ, അത് ഗ്രഹിക്കാൻ, അത് മനസ്സിലാക്കാൻ, ജീവിക്കാൻ വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു ഘടകമാണ് കാറ്റക്കേസിസ്, മതബോധനം, വേദപാഠം. വിശ്വാസ പരിശീലനമാണ് ഈ വേദപാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനത് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. രക്ഷാചരിത്രം, ആരാധനക്രമം എന്ന് പറഞ്ഞ ലിറ്റർജി, മതബോധനം അഥവാ വേദപാഠം അല്ലെങ്കിൽ വിശ്വാസ പരിശീലനം, ഇവ തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ഈ ഖണ്ഡികയിൽ കത്തോലിക്ക തിരുസഭയുടെ മതബോധനം പഠിപ്പിക്കുന്നത്. രക്ഷാചരിത്രവും ആരാധനക്രമം എന്ന ലിറ്റർജിയും വേദപാഠം എന്ന് പറഞ്ഞ മതബോധനം അല്ലെങ്കിൽ വിശ്വാസ പരിശീലനം തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതാണ് ഈ ഖണ്ഡിക പറയുന്നത്. അപ്പം മതബോധനം അല്ലെങ്കിൽ വേദപാഠം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴും നമ്മൾ യാക്കോബായ സഭയിലോ ഓർത്തഡോക്സ് സഭയിലോ മാർത്തോമ സഭയിലോ ഒക്കെ ആളുകളോട് നമ്മുടെ സഭയുടെ ചരിത്രം ചോദിച്ചാൽ അവർക്കറിയാം. നമ്മുടെ സഭയിൽ എത്ര പേർക്കറിയാം? എന്തേ? നമ്മൾ ഇപ്പോഴും വേദപാഠത്തിൽ പഠിപ്പിക്കുന്നത് ഇക്കാര്യങ്ങളല്ല. നമ്മുടെ സഭയുടെ ചരിത്രമോ രക്ഷാചരിത്രമോ ലിറ്റർജിയോ ഇതൊന്നും നമ്മൾ വേദപാഠത്തിൽ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ഒന്നും പഠിപ്പിക്കുന്നില്ലെന്നല്ല, പലയിടത്തും പഠിപ്പിക്കുന്നില്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, വേദപാഠം പഠിക്കുന്ന കാലത്ത് പരിണാമ സിദ്ധാന്തം മറ്റൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. വചനം പഠിപ്പിക്കുന്ന എത്ര വേദപാഠമുണ്ട് നമുക്ക്? കാര്യങ്ങൾ മാറി വരുന്നു, പക്ഷെ വളരെ സ്ലോ സ്പേസ് ആണ്. അത് വളരെ ഫാസ്റ്റായിട്ട് പോകേണ്ട ചില സംഗതികളുണ്ട്. സഭയിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ രൂപപ്പെടാതിരിക്കണമെങ്കിൽ ആളുകളെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതിന് മുൻപാണ് ഈ മതബോധനം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ മതബോധനം തീരെ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഈ തരത്തിലുള്ള ആരാധനക്രമത്തെ സംബന്ധിക്കുന്ന, ലിറ്റർജിയെ സംബന്ധിക്കുന്ന മതബോധനം എത്ര സെമിനാരികളിലുണ്ട്? ഈ പാരാസൈക്കോളജിയും അബ്നോർമൽ സൈക്കോളജിയും ഒക്കെ നമ്മൾ അവിടെ പഠിപ്പിക്കുന്നു. അതൊക്കെ ഏറ്റവും നിസ്സാരല്ലേ വേണ്ടു? ആരാധനക്രമം അവിടെ പഠിപ്പിക്കുന്നുണ്ടോ ശരിക്കും?
കുർബാന ചൊല്ലാനുള്ള ആ ശൈലി തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ രീതി പഠിപ്പിക്കുന്നുണ്ടോ? കുർബാന എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ടോ? വളരെ അപൂർവമായിട്ടാണ്. ചില ലിറ്ററേച്ചർ ക്ലാസ്സുകൾ ഒരു 15 ക്ലാസ് കൊണ്ട് അങ്ങ് അവസാനിച്ചു. ഞാൻ വർഷങ്ങൾ തുടങ്ങിയിട്ടും ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല ലിറ്ററേച്ചറിൻ്റെ ക്ലാസ്. അല്ല, ഇപ്പം നമ്മൾ 2-3 വർഷമായില്ലേ ലിറ്ററേച്ചർ ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ എന്തുമാത്രം കാര്യങ്ങളാണ് ലിറ്ററേച്ചറെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ സെമിനാരിൽ പഠിപ്പിക്കേണ്ടതല്ലേ? സെമിനാറിലില്ല, മതബോധനത്തിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ലിറ്ററേച്ചർ അനുഭവമാകില്ല, രക്ഷാചരിത്രം അനുഭവമാകില്ല. അത് ഭൂതകാല സംഭവങ്ങളുടെ ഒരു പണ്ട് കാലത്തേക്ക് അതൊക്കെ പണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ എന്ന മട്ടിൽ കിടക്കുകയാണ്. ഇന്നത്തെ ലിറ്ററേച്ചറിൽ അത് അനുഭവിക്കണമെങ്കിൽ ഇത് ഇപ്പോഴേക്ക് കൊണ്ടുവരണം. അപ്പം മതബോധനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്ര മതബോധനം ഉണ്ടായിട്ട് നമ്മുടെ ആളുകൾ ഈ വിശ്വാസത്തിൽ തെറ്റിപ്പോകുന്നു. എന്തേ കാര്യം? ഇത്രയൊക്കെ വേദപാഠം നമ്മൾ പഠിച്ചിട്ടും ജിമ്മിൽ പോകുന്ന ഒരാൾ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതാണ്, ജിമ്മിൽ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന ഒരാൾ പറയുമ്പോൾ അവരുടെ വിശ്വാസത്തിലേക്ക്, ആ മതത്തിൻ്റെ വിശ്വാസത്തിലേക്ക് പെട്ടെന്ന് നമ്മൾ ആകർഷിക്കപ്പെടുകയാണ്. നമ്മുടെ വിശ്വാസം അവരോട് എന്താ പറയാൻ പറ്റാത്തത്? അവരുടെ വിശ്വാസം നമ്മളോട് പറയുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഇത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം നമ്മൾ. ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയല്ല, നിങ്ങൾ പറയുന്ന പോലെ അല്ല ഞങ്ങളുടെ വിശ്വാസം എന്ന് എന്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല? അതാണ് പ്രശ്നം, അതാണ് യഥാർത്ഥ പ്രശ്നം. അപ്പോൾ എന്താണ് നമുക്ക് ലിറ്ററേച്ചർ എന്ന് നോക്കുക. ആദ്യം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഈ അരങ്ങിൽ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു നാടകം, അതുപോലത്തെ ഒരു പുനരാവിഷ്കരണമല്ല. പണ്ടത്തെ രക്ഷാചരിത്രത്തിൽ പണ്ടുണ്ടായ ഭൂതകാല സംഭവങ്ങൾ ഒരു നാടകത്തിൽ അവതരിപ്പിക്കുന്ന പോലെ അവതരിപ്പിക്കുന്ന പുനരാവിഷ്കാരമല്ല ലിറ്ററേച്ചർ. ചില നാടകത്തിന് ചില ഘടകങ്ങളുണ്ട്, പക്ഷെ നാടകമല്ല. അതുപോലെ മനഃശാസ്ത്രപരമായി നമ്മുടെ മനസ്സിൽ ഓർക്കുന്നതുമല്ല ലിറ്ററേച്ചർ. ഈ ഒരു തിയേറ്ററിക്കൽ പെർഫോമിംഗ് ആർട്ട് ഇല്ലേ, ഒരു നാടകം പോലെയുള്ള ഒരു പെർഫോമിംഗ് ആർട്ട് അല്ല ലിറ്ററേച്ചർ. അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ട് സൈക്കോളജിക്കലായിട്ട് ഓർക്കുക, പണ്ടത്തെ കാര്യങ്ങൾ ഓർക്കുക, അതുമല്ല ലിറ്ററേച്ചർ. പിന്നെന്താണ്? കൂദാശയാണ് നമ്മൾ പറഞ്ഞത്. കൂദാശ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, പരിശുദ്ധൻ്റെ പ്രവൃത്തിയാണ് കൂദാശ. പരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധ പ്രവൃത്തിയാണ് കൂദാശ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ ഭൂതകാലത്തെ വർത്തമാനത്തിൽ സന്നിഹിതമാക്കുകയാണ്. അപ്പോൾ പണ്ട് സംഭവിച്ച കാര്യങ്ങൾ ഇന്ന് സന്നിഹിതമാക്കുകയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ആയതുകൊണ്ട്. ദൈവത്തിന് ഇന്നലെ, ഇന്ന്, നാളെ എന്നുണ്ടോ? ഇല്ലല്ലോ. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് കൂദാശ എന്നതിനാൽ പണ്ടത്തെ സംഭവങ്ങൾ ഇപ്പോൾ ഈ തലമുറയ്ക്ക് നമ്മുടെ മുമ്പിൽ ഇന്ന് ഈ നിമിഷത്തിൽ ദൈവം സന്നിഹിതമാക്കുക, അതിനെയാണ് ലിറ്ററേച്ചർ എന്ന് പറയണേ. ഒരു ഉദാഹരണം പറയും. ദൈവം മനുഷ്യ സംഭവം ഓർക്കാണ് ക്രിസ്മസിന്. ആ ക്രിസ്മസിന് അന്ന് സഭ ലിറ്ററേച്ചർ ആഘോഷിക്കുമ്പോൾ മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യവംശത്തിന് നൽകപ്പെട്ട കൃപ, ദൈവത്തെ തൊടാൻ, കാണാൻ, ആ കൃപ, ആ സ്പർശനത്തിലൂടെ സൗഖ്യം പ്രാപിക്കാൻ, ആ സ്പർശനത്തിലൂടെ രക്ഷ പ്രാപിക്കാൻ, ആ കൃപ ഇന്ന് വർത്തമാനത്തിൽ ജീവിക്കുന്നവർക്ക് നൽകപ്പെടുകയാണ്, ചൊരിയപ്പെടുകയാണ്. അപ്പോൾ ഭൂതം, പഴയ ചരിത്രം എന്നൊന്നില്ല ലിറ്ററേച്ചറിൽ. ലിറ്ററേച്ചറിലെല്ലാം ഇന്നാണ്, ഇപ്പോഴാണ്. കാരണം അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ലിറ്ററേച്ചറിയുടെ ഇന്ന്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഭൂതകാലത്തെ ചരിത്ര സംഭവങ്ങൾ, പുറപ്പാടാകട്ടെ, കർത്താവിൻ്റെ തിരുവുത്ഥാനമാകട്ടെ, ആ ചരിത്ര സംഭവങ്ങൾ വെറുതെ അങ്ങ് നമ്മൾ ഓർക്കുകയല്ല. ആ ചരിത്ര സംഭവങ്ങളിലൂടെ ദൈവം നമുക്ക് മനുഷ്യർക്ക് നൽകിയ കൃപയും രക്ഷയും ദൈവത്തിൻ്റെ പ്രവൃത്തിയായ ലിറ്റർജിക്കൽ പ്രവൃത്തിയിലൂടെ പുനരാവിഷ്കരിക്കപ്പെടുകയും സജീവമാക്കപ്പെടുകയും സന്നിഹിതമാക്കപ്പെടുകയും അതിലെ നമ്മെ ഉൾച്ചേർക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉൾച്ചേർക്കപ്പെടുമ്പോൾ ആ കൃപ, രക്ഷയുടെ കൃപ, രക്ഷിക്കുന്ന കൃപ, അത് നമ്മിലേക്ക് ചൊരിയപ്പെടുന്നു. അന്ന് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വസിച്ചപ്പോൾ ആ എന്തെല്ലാം സംഭവങ്ങൾ നടന്നുവോ അതിലേക്കൊക്കെ നമുക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ കഴിയുന്നു. അത് ലിറ്ററേച്ചറിലൂടെ മാത്രമേ കഴിയൂ. അല്ലെങ്കിൽ പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ദൈവസഭക്കാരും പറയുന്ന പോലെ വിശ്വാസം വെറും ഭാവന മാത്രമായിട്ട് നിൽക്കും. വിശ്വാസം മാംസം ധരിക്കുന്നത് ലിറ്ററേച്ചറിലാണ്. വിശ്വാസം ഭാവനയായി നിൽക്കാതെ, വെറും മനസ്സിൽ നിൽക്കാതെ, എല്ലാവരും വിശ്വാസമല്ലേ, അങ്ങനത്തെ വിശ്വാസമല്ല ക്രൈസ്തവ വിശ്വാസം. ആ വിശ്വാസം
ഇപ്പോൾ മാംസം ധരിക്കുന്നത് ലിറ്റർജിയിലാണ്. വിശ്വാസത്തെ കാണാൻ കഴിയില്ലല്ലോ, ലിറ്റർജി കാണാൻ പറ്റും. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് സജീവമായി സന്നിഹിതമാക്കപ്പെടുകയാണ് ലിറ്റർജിയിൽ. അത് ദൈവത്തിന്റെ പ്രവൃത്തിയായതുകൊണ്ടാണ് നടക്കുന്നത്. ആണ്ടുവട്ടത്തിൽ എല്ലാ ദിവസവും നമ്മളിത് ചെയ്യുന്നു, പലപ്പോഴും ചെയ്യുന്നു. എന്നാൽ മംഗളവാർത്ത അല്ലെങ്കിൽ ആഗമനകാലം, വലിയ നോമ്പ്, തിരുവുത്ഥാനം, ഈ ഉയർപ്പ് തിരുനാൾ, ആ സമയത്തൊക്കെ പെസഹ കാലത്ത് രക്ഷാചരിത്രത്തിലെ ഈ നിർണായക ഘടകങ്ങൾ, രക്ഷാചരിത്രത്തിലെ ഈ ചരിത്ര സംഭവങ്ങൾ കൂടുതൽ സജീവമായി ആവിഷ്കരിക്കപ്പെടുകയാണ്. കാരണം ഈ തിരുനാളുകൾക്ക് തന്നെ ദൈവശാസ്ത്രം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഈശോ മിശിഹാ യോഹന്നാന്റെ സുവിശേഷത്തിൽ യഹൂദരുടെ ഓരോ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടാണ് ജെറൂസലമിൽ പോകുന്നതും ആ തിരുനാളിനെ പുതിയ തരത്തിൽ ആവിഷ്കരിക്കുന്നതും. കൂടാര തിരുനാളിലും സമർപ്പണ തിരുനാളിലും ഒക്കെ കർത്താവ് പെസഹ കാലത്തൊക്കെ കർത്താവ് പോയിട്ട് അതിന് ആ തിരുനാളുകൾക്ക് പുതിയ അർത്ഥം കൊടുക്കുകയാണ്. ഒരു തിരുനാളിനും കർത്താവ് ഖണ്ഡിച്ചിട്ടില്ല, നിരാകരിച്ചിട്ടില്ല, തള്ളിക്കളഞ്ഞിട്ടില്ല, റദ്ദാക്കിയിട്ടില്ല. പക്ഷേ പഴയ നിയമത്തിൽ അതിനുണ്ടാകുന്ന അർത്ഥങ്ങൾക്ക് ആ അർത്ഥത്തെ പൂർത്തിയാക്കിക്കൊണ്ട് പുതിയൊരു അർത്ഥം കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഴയതിനെ റദ്ദാക്കാതെ പുതിയ അർത്ഥം കൊടുക്കുകയാണ് കർത്താവ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നത്. എന്നിട്ട് ഇത്രയാണ് നമ്മൾ ലിറ്റർജി എന്ന് പറയണേ. എന്നിട്ട് പറയാണ്, സഭ പഠിപ്പിക്കുകയാണ്, ഈ സംഗതി യഥാർത്ഥത്തിൽ അനുഭവവേദ്യമാകണമെങ്കിൽ വിശ്വാസ പരിശീലനം എന്ന മതബോധനം അഥവാ വേദപാഠം കാര്യക്ഷമമാക്കണം. ചരിത്രത്തിലെ ചില കഥകളോ സംഭവങ്ങളോ പഠിപ്പിക്കുന്നതല്ല മതബോധനം. സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ ഒരു പഠിപ്പിക്കലല്ല മതബോധനം. ആരാധനക്രമത്തിലെ ആചാരങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും ആ ചരിത്ര സംഭവങ്ങൾ ആവിഷ്കരിക്കപ്പെടുമ്പോൾ ആ സംഭവത്തിന് ഉള്ളിലൂടെ കടന്നു പോകാൻ ജനങ്ങളെ, വിശ്വാസികളെ സഹായിക്കുന്നതാണ് മതബോധനം. ഞാൻ ഒന്നുകൂടി പറയാം. ആരാധനക്രമത്തിൽ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഭൂതകാല ചരിത്ര സംഭവങ്ങൾ പുനരാവിഷ്കരിക്കപ്പെടുമ്പോൾ അതിനുള്ളിലൂടെ കടന്നുപോയി അതിൽ സജീവ കഥാപാത്രമായി മാറാൻ, അങ്ങനെ അന്ന് ആ ചരിത്ര സംഭവത്തിൽ ചൊരിയപ്പെട്ട കൃപ ഇന്ന് നമുക്ക് ലഭിക്കാൻ കഴിയുന്ന തരത്തിൽ വിശ്വാസികളെ പാകപ്പെടുത്തുകയാണ് മതബോധനം അല്ലെങ്കിൽ വേദപാഠം, വിശ്വാസ പരിശീലനം എന്നതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്. അതൊരു ആധ്യാത്മിക തപസ്യയും അനുഭവമായിട്ട് രൂപാന്തരപ്പെടണം, പഠിപ്പിക്കലല്ലത്. അന്യം നിന്ന് പോയ ഒരു സമയപ്പട്ടികയാൽ നിയന്ത്രിക്കപ്പെടുന്ന സംഗതിയല്ല രക്ഷാചരിത്രം. നമുക്കങ്ങനെ തോന്നലുണ്ട്, രക്ഷാചരിത്രം എന്ന് പറഞ്ഞാൽ ഭൂതകാല ചരിത്രം. അങ്ങനെയല്ല ബൈബിള് അതിന് വീക്ഷിക്കുന്നതും. ബൈബിള് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്, അല്ലാതെ മനുഷ്യൻ്റെ പ്രവൃത്തികളല്ല. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ പ്രവൃത്തികളിലൂടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടി മുതൽ പെന്തക്കോസ്ത് വരെയുള്ള രക്ഷാചരിത്രത്തിലെ ഓരോ സംഭവം ഇന്നും പ്രസക്തമാണ്. ദൈവം മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഇടപെട്ടു. അതാണ് പുറപ്പാട്, തിരുവുത്ഥാനം, പെന്തക്കോസ്ത് ഒക്കെ. പക്ഷെ ആ സംഭവങ്ങൾ പണ്ടെങ്ങോ കഴിഞ്ഞുപോയ സംഭവമാണോ? അല്ലല്ലോ. അവയ്ക്ക് ശാശ്വത സ്വഭാവമില്ലേ? എന്തുകൊണ്ട്? നിത്യനായ ദൈവമാണ് മനുഷ്യന്റെ ചരിത്രത്തിൽ ഇടപെട്ടത്. എന്നും നിലനിൽക്കുന്ന ദൈവം, സജീവനായ ദൈവം, ജീവനുള്ള ദൈവം, ജീവിക്കുന്ന ദൈവം. അപ്പൊ ജീവിക്കുന്ന ദൈവമാണ് ഇടപെട്ടത് എന്നതുകൊണ്ട് ഇന്നും അത് പ്രസക്തമാണ്, എന്നും പ്രസക്തമാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ സമയം, കാലം എന്നീ പരിമിതികളെ മറികടക്കുകയാണ് സഭയുടെ ലിറ്റർജിയിൽ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ലിറ്റർജിയിൽ ഈ വീഞ്ഞ് കാസയിൽ ഒഴിക്കുമ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുരക്തം കൊണ്ട് ഈ കാസ റൂഷ്മ ചെയ്യപ്പെടുന്നു. തിരുരക്തം ആയിട്ടില്ല, അവൻ പോണേ ഉള്ളൂ. അപ്പം എങ്ങനെ തിരുരക്തം എന്ന് പറയാം? വീഞ്ഞല്ലേ ആയിട്ടുള്ളെന്ന് ചോദിക്കും. ഈ സമയം, കാലം, പിന്നെ ദേശം, ഈ പരിമിതികളൊക്കെ മറികടക്കുകയാണ് ലിറ്റർജിയിൽ. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നത്. അവന് ഇന്നലെയും ഇന്നും നാളെയൊക്കെ ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സമയത്തിലേക്കാണ് നമ്മൾ ദേവാലയത്തിൽ കടക്കുമ്പോൾ ദൈവത്തിൻ്റെ സമയത്തിലേക്കാണ് കടക്കുന്നത്. സമയത്തെയും സ്ഥലത്തെയും മറികടക്കുന്ന, കവച്ചു വയ്ക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പ്രവേശിക്കുന്നത്. അതിനാണ് ലിറ്റർജിയുടെ ഇന്ന് എന്ന് പറയണേ. ലിറ്റർജിയുടെ ഇന്ന്, അവിടെ സമയം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്നലെ, ഇന്ന്, നാളെ, അല്ലെങ്കിൽ 5:30, 6 മണി, 7 മണി അങ്ങനെയുള്ള സമയത്തൊക്കെ മറികടക്കുകയാണ്. അപ്പോൾ അന്നത്തെ ജനങ്ങൾക്ക് ക്രിസ്തു എങ്ങനെയാണോ അനുഭവവേദ്യമായിരുന്നത് അതുപോലെ ഇപ്പം അനുഭവവേദ്യമാകും. ക്രിസ്തു അന്നത്തെ ജനങ്ങൾക്ക് സമകാലികനായിരുന്നത് പോലെ ഇന്നത്തെ ജനങ്ങൾക്കും സമകാലികനാണ്.
ഇതൊക്കെ പണ്ടത്തെ ചരിത്രം, ഇതൊക്കെ മുമ്പ് നടന്നത് എന്നല്ല. അന്ന് അവസ്ഥ മാറി ഇന്നത്തെ രക്ഷാസംഭവമായി മാറുകയാണ്. പക്ഷെ അത് നമുക്ക് അനുഭവവേദ്യമാക്കണമെങ്കിൽ ഈ മതബോധനം ഒരു ക്ലാസ് മുറിയിലെ പഠിപ്പിക്കലായി അധപതിക്കരുത്. ക്രിസ്തു സ്ഥാപിച്ച കൂദാശകളുടെ കണ്ണിലൂടെ ഈ സംഭവങ്ങളെ നോക്കിക്കാണുകയും ആ നോട്ടം അനുഭവമായി മാറുകയും ചെയ്യത്തക്ക വിധത്തിൽ മതബോധനം കാര്യക്ഷമമാകണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. സഭ വെളിപ്പെടുത്തുന്ന തരത്തിൽ ലിറ്റർജി സമീപിച്ചാൽ മാത്രമേ ഇത് സംഭവിക്കൂ. സഭ വെളിപ്പെടുത്തുന്ന തരത്തിൽ ലിറ്റർജി സമീപിച്ചാൽ മാത്രമേ ഈ പറഞ്ഞത് അനുഭവമാകൂ. വേദവായനകൾ, പ്രാർത്ഥനകൾ, പ്രതീകങ്ങൾ, പ്രാപഞ്ചിക സമയത്തിന് സ്വാധീനം, അല്ലെ, വെളിച്ചം ഇരുട്ടനെ കീഴടക്കുന്നു. ഇങ്ങനെ ഒരുപാട് സംഗതികളിലൂടെയാണ് സഭ ലിറ്റർജി ആഘോഷിക്കുന്നത്. അങ്ങനെ ആഘോഷിക്കുമ്പോൾ രക്ഷാചരിത്രം, പണ്ടത്തെ രക്ഷാചരിത്രം ഇന്ന് സമകാലികമായി നമ്മുടെ മുമ്പിൽ സന്നിഹിതമാകുകയാണ്. അപ്പോൾ ലിറ്റർജി എന്നത് വെറുതെ ചില വിവരങ്ങൾ നൽകുകയല്ല, ദൈവകൃപ ചൊരിയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണോ ചെയ്തത്, ഒരിക്കൽ എന്നേക്കുമായി എന്താണോ ചെയ്തത്, അത് നമ്മിലേക്ക് ചൊരിയുന്നത് സഭയുടെ ലിറ്റർജിയിലൂടെയാണ്. സഭയുടെ ലിറ്റർജി. അതിനാൽ ഈ ലിറ്റർജി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, വൈദികന്റെ പ്രവൃത്തിയല്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി ആയതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പ്രവൃത്തി സഭയെ ഏൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ആ സഭ പറഞ്ഞിട്ടുണ്ട് ഓരോ പ്രവൃത്തി എങ്ങനെ ചെയ്യണമെന്ന്. ഓരോ അച്ഛനും തോന്നിയാസം അനുസരിച്ച് ചെയ്യാൻ പറ്റില്ല, ഓരോ ഇടവകയുടെയും തോന്നിയാസം അനുസരിച്ച് ചെയ്യാൻ പറ്റില്ല. ഇതാണ് പഠിപ്പിക്കുന്നത്. മതബോധനത്തിൻ്റെ ലക്ഷ്യം ഇതാണ്. ഇത് നമ്മുടെ സഭയും പിന്നെ ഓരോ രൂപതകളൊക്കെ ഇത് ഗൗരവത്തോടെ കണ്ടാൽ, നമുക്ക് ലിറ്റർജിക്കൽ പരിശീലനം കൊടുത്താൽ നമ്മുടെ എല്ലാവരുടെയും ഈ പറഞ്ഞ വലിയ പ്രശ്നമുണ്ടല്ലോ, സീറോ മലബാർ സഭയിൽ അനുഭവിക്കുന്ന ഈ ലിറ്റർജി പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് ഓരോ രൂപത്തിലും ഈ ലിറ്റർജിക്കൽ പരിശീലനം കൊടുക്കണം, ആരാധനക്രമ പരിശീലനം കൊടുക്കണം. ആരാധനക്രമ പരിശീലനമാണ് മതബോധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കം പറയാം, ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ആരാധനക്രമ പരിശീലനമാണ് മതബോധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം അതാണ് ഇല്ലാത്തതും. നമുക്ക് ആരാധനക്രമ പരിശീലനമല്ല, മറ്റു ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ. അത് മാറേണ്ടതുണ്ട്. ഞാൻ അടച്ച് ഇങ്ങനെ ആക്ഷേപിക്കുകയല്ല, തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ആരാധനക്രമവുമായിട്ട് ബന്ധപ്പെട്ട്, ലിറ്റർജിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിന് കാരണം ഈ മതബോധനത്തിൻ്റെ അഭാവമാണ്. അത് സെമിനാരികളിലും കോൺവെന്റുകളിലും ഇടവകളിലും രൂപതകളിലും ഒക്കെ നടക്കേണ്ട സംഗതിയാണ്. അങ്ങനെ നടക്കാനായിട്ട് നമുക്ക് ഇപ്പം എത്ര തന്നിട്ടേ നമ്മൾ പഠിക്കുമെന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൂടെ നമുക്ക് അനുഭവം ഉണ്ടായി വരട്ടെ. അപ്പോൾ ഈ കേട്ട പാടത്താൻ ഇതൊന്നും ഞങ്ങളുടെ പള്ളിയിൽ ഇല്ലോ എന്നും ചോദിച്ചു പോകും. അത് വരും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യുക, മറ്റു കാര്യങ്ങൾ മറ്റവർക്ക് വിടുക, ദൈവത്തിന് വിടുക. അങ്ങനെ നമുക്കത് പഠിക്കാനും ആരാധനക്രമ പരിശീലനമായിട്ട് മാറാനും എന്നിട്ട് കുർബാന സംബന്ധിക്കാനും അപ്പോൾ ഭൂതകാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൺവെട്ടത്ത് നമ്മുടെ മുമ്പിൽ നടക്കുന്നതായിട്ട് അനുഭവമാകുകയും നമ്മളതിൽ ഉൾച്ചേരുകയും കർത്താവ് കൃപ നമ്മിലേക്ക് ചൊരിയുകയും ചെയ്യും. അതൊരു മഹത്തായ അനുഭവമായിരിക്കും. അങ്ങനെ ആകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.